ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ എക്കണോമിക് തോട്ട്സ് അഥവാ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചിന്തകന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 1 വേർഡുകളിലും 2 മാർക്കിന്റെ ചോദ്യങ്ങളിലും 4 മാർക്കിന്റെ ചോദ്യങ്ങളിലും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം. ഇദ്ദേഹത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് തന്നെ ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. ആധുനിക സമ്പദ്ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. അതുകൊണ്ട് തന്നെ ചോദ്യം ഒന്നാമത്തേതായിരിക്കും, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. ആധുനിക സമ്പദ്ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ എക്കണോമിക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എക്കണോമിക്സിന്റെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, വളരെ ഫേമസ് ആയിട്ട് പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. ഇത്രയും വലിയ പേരൊന്നും മക്കൾ പഠിച്ചു വെക്കേണ്ട. മക്കൾ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പഠിച്ചു വെക്കാം. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അത് തന്നെയായിട്ട് പറയാം. വെൽത്ത് ഓഫ് നേഷൻ, നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ അഥവാ an enquiry into the nature and cause of wealth of nation എന്നാണ് മുഴുവൻ പേര് എന്തുണ്ടെങ്കിലും മക്കളെ എളുപ്പത്തിൽ എന്ത് പഠിച്ചു വെക്കാം? വെൽത്ത് ഓഫ് നേഷൻ, ദാറ്റ് വാസ് റിട്ടൺ ബൈ ആഡം സ്മിത്ത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യവുമായി ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജി, അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും ഫേമസ് ആയിട്ട് സിദ്ധാന്തമാണ് ലൈസൻസ് ഫിയർ സിദ്ധാന്തം അഥവാ ലൈസൻസ് ഫിയർ പോളിസി എന്ന് പറയും. ലൈസൻസ് ഫിയർ, ദ തിയറി ഓഫ് ലൈസൻസ് ഫിയർ അഥവാ ലൈസൻസ് ഫിയർ സിദ്ധാന്തം എന്ന് പറയും. ഇത് എന്താണെന്ന് എന്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ആഡം സ്മിത്തിന്റെ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടതാണ് ലൈസൻസ് ഫിയർ എന്ന് പറയുന്നത്. കൂടാതെ ആ സിദ്ധാന്തം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർഗ്യൂഡ് ഫോർ ദ ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽ. അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തണം എന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം തരണം എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക്കൽ ആക്ടിവിറ്റികൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റ് വല്ലാതെ ഇടപെടേണ്ട, പകരം ആര് ചെയ്തോളും? ഓരോ വ്യക്തികളും അവരുടെ സമ്പത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ തന്നെ സംസാരിച്ചുകൊള്ളും, അവർ തന്നെ അത് തീരുമാനിച്ചുകൊള്ളും. ഒരിക്കലും ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആഡം സ്മിത്ത്. കൂടാതെ തന്നെ ആ ഒരു പറഞ്ഞ വാക്കുകളെ, ആ ഒരു പറഞ്ഞ തിയറിയെ വിളിക്കുന്ന പേരാണ് ലൈസൻസ് ഫിയർ സിദ്ധാന്തം അഥവാ ദ തിയറി ഓഫ് ലൈസൻസ് ഫിയർ. സോ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ആഡം സ്മിത്തിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.